നമസ്കാരം. വിശുദ്ധ വേദപുസ്തകത്തിലെ ജന്തുജാലങ്ങൾ പരിചയപ്പെടുത്തുന്നതിൽ ഇന്ന് നിങ്ങളെ പുള്ളിമാൻ എന്ന ജീവിയാണ് പരിചയപ്പെടുത്തുന്നത്. വിശുദ്ധ ബൈബിളിൽ ആവർത്തന പുസ്തകം 12-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: കലമാനിനെയും പുള്ളിമാനിനെയും തിന്നുന്നത് പോലെ നിനക്ക് അവയെ തിന്നാം. ആഹാരത്തിന് ഉപയോഗിക്കാവുന്ന ശുദ്ധിയുള്ള മൃഗമായി പുള്ളിമാൻ പല ഭാഗങ്ങളിൽ വിശുദ്ധ ബൈബിളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അത് ആവർത്തന പുസ്തകം 12-ാം അധ്യായം, 14-ാം അധ്യായം, 15-ാം അധ്യായം, ഈ അധ്യായങ്ങളിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇംഗ്ലീഷ് പരിഭാഷയിൽ ഗസല്ല എന്നാണ് തത്തുല്യമായി പുള്ളിമാനിനെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഗസല്ല എന്ന മറ്റ് ചില ഭാഗങ്ങളിലെ പരാമർശങ്ങൾക്ക് മലയാള ഭാഷയിൽ ഇളമാൻ എന്നും ചെറുമാൻ എന്നും കാണുന്നുണ്ട്. വിവിധ നാമങ്ങളിലാണെങ്കിലും ഇവയെല്ലാം ഒരിനം മാനിനെയാണ് സൂചിപ്പിക്കുന്നത്. സെബി എന്നാണ് ഇതിൻ്റെ എബ്രായ നാമം. സ്ത്രീകൾക്കുള്ള സിബ്യ എന്ന പേര് 1 ദിനവൃത്താന്തം 8-ാം അധ്യായത്തിലും 2 ദിനവൃത്താന്തം 24-ാം അധ്യായത്തിലും രാജാക്കന്മാരുടെ പുസ്തകം 12-ാം അധ്യായത്തിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാക്കിൽ നിന്ന് ഉളവായതാണ് സ്ത്രീകൾക്കുള്ള സിബ്യ എന്ന പേര്. പത്രോസ് മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച തബീഥ എന്ന പേരിൻ്റെ അർത്ഥം പേടമാൻ എന്നായിരുന്നു. അത് അപ്പോസ്തല പ്രവർത്തികൾ 9-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തബീഥ എന്ന അറാമേയ വാക്കിൻ്റെ അർത്ഥം ഗസല്ല എന്നു തന്നെ. ശലോമോൻ രാജാവിൻ്റെ അരമനയിലെ മാംസാഹാര പട്ടികയിൽ ഇളമാൻ ഇടം പിടിച്ചിട്ടുണ്ട്. അത് 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ചിതറിപ്പോകുന്ന ബാബിലോണിനെ പറ്റി യെശയ്യാ പ്രവാചകൻ പറയുന്നത്, ഓടിച്ചുവിട്ട ഇളമാനിനെ പോലെ ഓരോരുത്തൻ ഓടിപ്പോകും എന്നാണ്. അത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സെരൂയയുടെ മകൻ അസാഹേൽ ചടുലതയുള്ള പോരാളിയായതുകൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത് കാട്ടുകലയെപ്പോലെ ശീഘ്രഗാമി എന്നാണ്. കാട്ടുകലയുടെ ഇംഗ്ലീഷ് പരിഭാഷ ഗസല്ല എന്നത്രേ. ദാവീദിൻ്റെ സൈന്യത്തിലെ വീരന്മാരെ ഉപമിച്ചിരിക്കുന്നത് അവർ മലകളിലെ മാൻപേടകളെപ്പോലെ വേഗതയുള്ളവരായിരുന്നു എന്നാണ്. അത് രേഖപ്പെടുത്തിയിട്ടുള്ളത് 1 ദിനവൃത്താന്തം പുസ്തകം 12-ാം അധ്യായത്തിലാണ്. ഇവിടെയും ഇംഗ്ലീഷ് പരിഭാഷ ഗസല്ല തന്നെ. ചതിയനായ സ്നേഹിതരിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണമെന്ന ഉപദേശം. മാൻ നായാട്ടുകാരൻ്റെ കയ്യിൽ നിന്നും എന്ന പോലെ നീ നിന്നെ തന്നെ വിടുവിക്കുക. സദൃശവാക്യങ്ങൾ 6-ാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ പ്രിയനെ ചെറുമാനുകളോട്